ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. നമ്മളോട് ഫൈറ്റ് ടീമിലൊക്കെ ഉള്ള അനീഷ് ബ്രോയുടെ അനിയൻ്റെ കല്യാണമാണ് കേട്ടോ. ആ കല്യാണം വന്നിട്ട് കിളിമാനൂർ പുതിയകാവ് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ പേര് മറന്നുപോയി. അവിടെ പോയിട്ട് ഓഡിറ്റോറിയം കണ്ടുപിടിക്കണം. നമ്മൾ അജയ് ബ്രോ വരുന്നുണ്ട്. അജയ് ബ്രോ വന്നിട്ട് അവൻ കൊട്ടാരക്കര വഴിയാണ് വരുന്നത്. അവർക്ക് അവിടെ നിന്ന് വരാനാണ് എളുപ്പം. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ബസ്സിലാണ് വരുന്നത്. ഞാൻ അവിടെ നിന്ന് ബൈക്കിൽ നേരെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ചിലപ്പോഴേ ഷൂട്ട് ഉണ്ടാവൂ. അവിടെ നിന്ന് വിളി വന്നിരുന്നു. ചിലപ്പോൾ 1-2 ദിവസം കഴിയും. അപ്പോൾ ഇന്ന് സുലയും കുഞ്ഞിനെ ഇനി വീട്ടിൽ കൊണ്ട് വരണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ്. അപ്പോൾ രാവിലെ മഴയുണ്ട് കേട്ടോ. മഴ നനഞ്ഞ് ഊറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. ഇതെല്ലാം ഞാൻ പോവേണ്. എന്തായാലും കല്യാണത്തിന് പോട്ടെ. ഓക്കെ, ഹായ്. ഞാൻ പുതിയകാവ് SN ഓഡിറ്റോറിയത്തിൽ എത്തി കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അജയ് ബ്രോ കൊട്ടാരക്കര വഴിയാണ് വരുന്നത്. അവൻ കറങ്ങിയാണ് വരുന്നത്. ആ ടൈമിൽ എത്തുമെന്നുള്ള കാര്യം ഡൗട്ടാണ്, എനിക്കറിയത്തില്ല. പുള്ളി പറയുന്നത് എളുപ്പമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം ഓഡിറ്റോറിയത്തിൽ എത്തി. നേരത്തെയാണ് വന്നത് കേട്ടോ. മണി 10 മണിയായതേ ഉള്ളൂ. ഇവിടെ അവരുടെ സ്വീകരണം വെച്ചിരിക്കുന്ന 10:30-ക്കാണ്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല മഴ പെയ്യുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇനി വന്നപ്പോൾ ഇവിടെ വലിയ ആളൊന്നും ആയില്ല. അവരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു പോസ്റ്റ് അടിച്ച് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അവൻ വരുന്നവരെ ഇങ്ങനെ കറങ്ങിക്കാൻ നിൽക്കാം, നോക്കാം. ബൈക്ക് ഞാൻ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ. ബൈക്ക് ഇവിടെ വെച്ച് വേറെ ബൈക്കുകളൊക്കെ അവിടെ ഉണ്ട്. വേറെ ഒരുപാട് വണ്ടികളൊന്നും വന്നില്ല. ഇതാണ് ഓഡിറ്റോറിയം. അല്ല, അവർ വരട്ടെ. ഇവിടെ ഒരു വൺ കോമഡി നടന്നു കേട്ടോ. സംഭവം ഞാൻ ഇവിടെ വന്നപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയതാ. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നില്ല. ഈ ഹാളിൽ കയറിയിട്ട് ഞാൻ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എഡിറ്റൊക്കെ ചെയ്ത് തമ്പനിയിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു സംഭവം നടക്കായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. അവർക്കിവിടെ ഇലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർ ഒരു സൈഡ് കതവ് കുറ്റിയിട്ട് അടച്ച് ഒരു സൈഡ് ഷട്ടറും ഇട്ട് ഞാൻ അതിൻ്റെ അകത്തായി പോയി. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് വിട്ടുപോയിട്ടാണ്. സംഭവം അവർ ജോലി ചെയ്യല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് വരവാതെ ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഷട്ടർ വീണു. ഇവിടെ ഷട്ടർ വീണു. അവിടെ ഒരു ഡോറ് വിട്ട് വെച്ചേക്കണം. അപ്പോൾ ഇതൊന്ന് ഒതുങ്ങിയിട്ട് എന്തിനായാലും കല്യാണം 12 മണി അടുപ്പിച്ചാണ്. അപ്പോൾ ആദ്യം ചിലപ്പോൾ 10 കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറണമല്ലോ. അപ്പോഴത്തേക്ക് ഇടിച്ച് കയറണ്ടല്ലോ. അതൊരു എളുപ്പമായിരിക്കും. ഇടിക്കണ്ട. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങ് ഇരിക്കാം. നീ മേളിലിരിക്കുന്നത് അതാ വരുന്നത്. ഞാൻ ഇവിടെ കലോറയ്ക്കകത്ത് അവിടെ അങ്ങനെ ആളുണ്ടാവാ. അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ അനീഷ് ബ്രോ മേലുണ്ട് കേട്ടോ. ഞാൻ അനീഷിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അനീഷ് മേളിലാണ്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എന്തായാലും ഷട്ടർ ഒന്ന് ഇറങ്ങി പോവാം. ഞാൻ ഇവിടെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. ബ്രോ നിൽക്കുന്ന ആളിയെ ഇതൊരു പണി കിട്ടി കേട്ടോ. പണിയല്ല, ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്ന്. അജയ് അവിടെ അവൻ കൊട്ടാരക്കര വഴിയൊക്കെ കറങ്ങി വരും. അവനെ അതാണ് എളുപ്പമെന്ന് പറഞ്ഞു. അവൻ കൊട്ടാരക്കര എത്തിയതേ ഉള്ളൂ. എനിക്കറിയത്തില്ല.
കുറച്ചു അങ്ങനെ 15 ദിവസത്തിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം നമ്മളെ സൗകര്യം കുറച്ചിട്ട് മതി മതി മതി. ഒരുപാട് നാൾ കൂടി ഒരു കല്യാണ സദ്യ കഴിച്ചു കേട്ടോ. 3 തരം പായസം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. മത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ, മധുരം എല്ലാം കൂടെ കയറി മത്ത് പിടിച്ചിരിക്കുന്നു. ഇപ്പം കല്യാണത്തിന് കുറച്ച് സമയം കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കില്ല. ഇല്ല നേരെ വീട്ടിൽ പോയി കിടന്നൊരു ഉറക്കം ഉറങ്ങാൻ. നമ്മുടെ അജയ് ബ്രോ വരാൻ ഇനിയും സമയം എടുക്കും. അപ്പോൾ ഇനി അരമണിക്കൂർ എടുക്കും വരാനായിട്ട്. വന്നിട്ട് നമ്മളെ ഡെക്കാനിൽ തന്നെയുള്ള നമ്മളെ അധീര ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ, യോഗേഷ്. അപ്പോൾ പുള്ളി വർക്ക് ചെയ്യുന്ന ഇവിടെ തൊട്ടടുത്താണ്. പുള്ളിയെ കാണാൻ പോകണം. പുള്ളിയെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോഴും നോക്കാം. എന്തായാലും അവനെ ഇനി കൊണ്ടുവരാൻ, അവന് സ്പോട്ട് അറിയാമോ എന്തോ അറിയത്തില്ല. അരമണിക്കൂറിൽ എത്തുമെന്നാണ് പറഞ്ഞത്. നോക്കാം. നമ്മുടെ അനീഷ് ബ്രോ താഴെ എല്ലാവരുമായിട്ടൊക്കെ ഭയങ്കര സംസാരം, നല്ല കാരണം ഒരു ലുക്കിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ ഷൂട്ടിങ്ങിലുള്ള പയ്യനാണ് കേട്ടോ, നമ്മളെ ടീമിലുള്ള സിനിമയിൽ. ഇത് നമ്മളെ കളരി, എല്ലാം കളരി. അത് നമ്മളെ ഷോർട്ട് ഫിലിം. ആശ വന്നില്ല, ആശ ഇപ്പം വരും. ഇത് ആശാനാണ്, ഇത് ആശാനാണ്, ഇവ ആശാനാണ്. ഇത് ധീര കളരി പൈറ്റിൻ്റെ കളയും പുതിയ വാച്ചിറക്കി. നമ്മുടെ അജയ് ബ്രോ കിളിമാനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം അവനെ പോയി എടുത്തോണ്ട് വരണം. നമ്മുടെ അധീര നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് അവൻ നിൽക്കുന്നത്. ഞാൻ പോയി അവനെ പോയി എടുത്തോണ്ട് വരാം. അവൻ എത്താറായെന്ന് പറഞ്ഞു. പ്രാവിൻ്റെ സാധനം ചെക്കനെ കിട്ടി കേട്ടാ. അവ എളുപ്പ വഴി വന്നതാണ്. അതെ, നിന്ന് ഞാൻ തിരിച്ചു വേണമെങ്കിലേ കല്ലമ്പലത്താക്കി തരാം. ഓടാ ഞാൻ കഴിച്ച്. കല്യാണം കഴിഞ്ഞു, ഉണ്ണാൻ പറഞ്ഞിട്ട് ഉണ്ണാതെ ഇവിടെ ഇരിക്കണം. എന്താ പോവാത്ത? ഓ ഓട്ടോ, ഞാൻ ഇവിടെ കാണും, ഇവിടെ കാണും. ഇതിൻ്റെ അകത്ത് തന്നെ കാണും, താഴെ വരൂല. ഭയങ്കര വെയിൽ. ഞാൻ ഇവിടെ തന്നെ കാണും. വിളിക്കണ്ട, ഇവിടെ വന്നാൽ മതി. കഴിച്ചാ? എത്ര പായസം കുടിച്ച്? 2 പായസം. 2 കുടിച്ചോളാ. ശർക്കര 3 ഉണ്ടായിരുന്നു. നിറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നിറഞ്ഞായിരുന്നു. ലാസ്റ്റ് അരിപ്പായസം കൊണ്ടുവന്ന്. അരിപ്പായസം ഞാൻ അരിപ്പായസവും മറ്റേതും കഴിച്ചു. ചക്കര പായസം കുടിച്ചില്ലേ? ചക്കര കഴിച്ചില്ല. സെറ്റ് സാധനമായിരുന്നു. നിറഞ്ഞു, എല്ലാം നിറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചിരുന്നെങ്കിൽ നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിന്. ഞാൻ അപ്പോഴേ വെയിലത്തോട്ടങ്ങ് ഇറങ്ങി. എനിക്ക് ഇന്നലെ ക്ഷീണമായിരുന്നു. ഇന്നലെ ഉറക്കക്ഷമം രാവിലെ തൊട്ട്. രാവിലെ ഞാൻ വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ കൊച്ചിനെ കാണാൻ പോയി. അത് ഇന്നത്തെ വീഡിയോയിൽ വരും. ഇന്നലെ വീട്ടിൽ പോയിട്ട് പിന്നെ 10 മണിക്ക് തന്നെ പുറത്ത് പോയി. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചിനെ എന്നെ അറിയാൻ വയ്യ. ചുമ്മാ അവള് നോക്കണേ, കണ്ടിട്ടുണ്ടല്ലോ. ഇത് എവിടെയും കണ്ടിട്ടുണ്ടല്ലേ. ഒരു ഇതില്ല, പരിചയഭാവമില്ല. എവിടെ പോയി എന്നുള്ളതിൻ്റെ കുറേ കഴിഞ്ഞപ്പം ഫോണൊക്കെ കാണിച്ചോണ്ട് ചെയ്തത്. അപ്പോഴാണ് പിടി കിട്ടിയതാണല്ലേ. എവിടെ പോയി? ചിലപ്പോൾ അതായിരിക്കും. എവിടെ പോയി? 2 ദിവസം കണ്ടില്ലല്ലോ. അതാണ് നീ മറന്നാ. നീ ചിരിക്കുന്നുമില്ല, കരയുന്നുമില്ല, ഒരു മൈൻഡില്ല. പിണക്കം, നോട്ടം പിണക്കമായിരിക്കും. അതിനുള്ളതായില്ലല്ലേ, പിടികിട്ടും. പക്ഷെ ആളിനെ അറിയാം, പക്ഷെ അങ്ങോട്ട് പിടികിട്ടല്ല. ആ ഒരു ഇതായിരുന്നു നോട്ടം. കുറേ നേരം നോക്കണ്ടിരുന്നപ്പോൾ ഒരു ചിരിയും ഇരിക്കും. പിന്നെ നിങ്ങളായി
എന്തിനാ ചോറ് കഴിച്ചാളയാ? എടാ നീ ഇല്ലാത്തോണ്ട് ചെറുക്കൻ്റെ ഒരു പരിപാടി നടക്കുന്നില്ലടയാ. ഇല്ല അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞേട്ടാ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി നേരെ നമ്മുടെ അധീരയുടെ റൂമിൽ പോവുകയാണ് കേട്ടോ. അവിടെ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് അവിടെ നേരെ വീട്ടിലോട്ട് പോകാം. നല്ല വെയിലുണ്ട്, വെയിലൊന്ന് ആറിയിട്ട് പോകാം അല്ലേ? എന്തിന് അങ്ങനെ എന്തിന് കഴിച്ചു കഴിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ സംഭവം വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വൈകുന്നേരം അവന്മാരും വരില്ല. ചെണ്ടികള് ഞാൻ പറഞ്ഞാണ് പാലക്കാട് നിന്ന് ഇതുവരെ വരുത്തിയത്. എന്നിട്ട് വൈകുന്നേരം വിളിച്ചപ്പം വരാൻ പറ്റൂല, അവന് ജോലിയുണ്ട്. അപ്പൊ എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷം. പാലക്കാടായിരുന്നു നമ്മൾ വരുള്ളൂ. അതെ, പാലക്കാട് നിന്ന് ഇതുവരെ വന്നതിൽ പാലക്കാട് നിന്ന് എല്ലാം കഴിഞ്ഞ് മതിയാക്കി കല്യാണത്തിന് പങ്കെടുത്ത നമ്മളെ സ്റ്റണ്ട് ടീമിന് എല്ലാവിധ ഓക്കെ ചെറുക്കനെ പെണ്ണുകൊണ്ടാണ് കാണിച്ചു കൊടുത്തോ. അത് കാണിച്ച് അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പരിപാടി നടക്കുന്നേ ഉള്ളൂ. അതെ, ഇതെല്ലാം കഴിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തായാലും വളരെ സന്തോഷം. ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്ക് കാണാം. ബായ്. അത് എവിടെ ഇരിക്കുന്നത്? അത് എവിടെ ഇരിക്കുന്നത്? വിളിച്ചു നോക്കാം. നമ്മുടെ അധീര നിൽക്കുന്ന, അതായത് അധീര ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നു കേട്ടോ. ഇവിടെ എന്താണ് ഇരിക്കുന്നത്? ഒരു റൂം കിട്ടുമോ? സിംഗിൾ ബെഡാ ഡബിൾ ബെഡാ എങ്ങനെ റേറ്റ്? എ സി ഒക്കെ ഉണ്ട്? ഫ്രീ ആയിട്ട് വേണം. ലക്ഷറി കോച്ചാ, ഫ്രീ ആയിട്ട് വേണം. അതെ, എന്ത് ഫ്രീ ആയിട്ട്? എ സി ഉണ്ടോ? ആ വാ, എനിക്ക് ബീഫ് മതി, ബിരിയാണി. നിനക്ക് അതെ മട്ടൻ കിട്ടോ? മട്ടൻ എന്ത്? നീ കാര്യമായിട്ട് കൊറേ നാള് കൊണ്ട് ചന്തയില് ബീഫ് കിട്ടുമായിരുന്നു അവിടുത്തെ. ഒരു വർഷം മുമ്പ്. അപ്പൊ അവിടെ നിർത്തി. എന്ത് ഇത് കിളിമാനൂരല്ലേ? കിളിമാനൂർ ഡോണാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കൊല്ലം മുമ്പ് കിട്ടുമായിരുന്നു. എല്ലാ ഞായറാഴ്ച ഞാൻ പിടിച്ച് ബീഫ് വെക്കുമായിരുന്നു. ഓ, പിന്നെ ബീഫ് നിർത്തിയ ബീഫില്ല ഇവിടെ. അതൊരു പുതിയ അറിവാണ് കേട്ടോ. കിളിമാനൂർ ബീഫ് കിട്ടില്ല. ഇവിടെ ബീഫിന്റെ സാധനമൊന്നും ഇല്ല. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ മടന്നൂരുണ്ട്. ഇവിടെ ഹോട്ടലില്ലേ? ഹോട്ടലിൽ ഉണ്ട്. ഉണ്ടാ പോടാ, ബീഫ് മേടിച്ചുണ്ടാക്കാനല്ല പറഞ്ഞ്. അത് കഴിച്ച. ഹലോ, കഴിച്ചില്ല. പറഞ്ഞോ. നമ്മുടെ അധീരയുടെ ഓഫീസാണ്. കച്ചവടം ഉണ്ടോ? ഇത് ആ സെറ്റപ്പ്. ഇത് വെള്ളം ഫ്രീയാ? കച്ചവടം അവർക്കല്ലേ? റൂമിൽ വരുന്നവർക്കല്ലേ? ഇത് അവിടെ അത് തന്നെ 3 സ്റ്റാർ ഹോട്ടലിലും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് കോംപ്ലിമെന്ററി ആണ്. അവിടെ ഒരു കോംപ്ലിമെന്ററി ഇല്ല. 4 രൂപ കൂടുതലാവും. നമ്മുടെ അധീരയുടെ റൂമാണ് കേട്ടത്. പുള്ളിയാണ് ഇവിടുത്തെ ഓളിനോൾ. എന്തിനാണ്? നിങ്ങൾ ബിരിയാണി കഴിക്കല്ലോ, ഞാൻ മേടിച്ചു തരാം. ബിരിയാണി കൊണ്ടുപോകാം. സബ്സ്ക്രൈബേഴ്സിനോട് എനിക്കൊരു കാര്യം പറയും ഞാൻ പറയുന്നത്. അവൻ സ്നേഹത്തോടു കൂടി മേടിച്ചു തരില്ലടാ. അവിടെ പോടണ്ട, ബിരിയാണി അങ്ങ് പോവുകയാണ്. എവിടെ പോകുന്നു? ബിരിയാണി ചുമ്മാ പാവം ചിക്കൻ ബിരിയാണി വാങ്ങാൻ പോകുന്ന പോക്ക് നോക്കും. എടാ ചെറുക്ക ചവിട്ടടാ. ഇതൊക്കെ കളിയേ. എടാ അവിടെ പോയിട്ട് തിരിച്ചു വന്നില്ലടാ നീ. ഒരു റൗണ്ട് അടിച്ച് ചെയ്തില്ല. ഈ കളികളാവാം, കൊല്ലക്കാരുടെ വേണ്ട. കൊല്ല സൂര്യന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് ബിരിയാണിയും ഫുഡും എല്ലാം കണക്കാ. തിന്നു കഴിഞ്ഞാൽ വയറിളകാം. ഓ അതെ, ഇവിടെ ഇത് ഞാൻ ഇടും കേട്ടാ. അത് കിട്ടുന്നു. ഇവിടുത്തെ ഒരു കടയിൽ മാത്രമേ വിളിച്ചിപ്പം കോയമ്പത്തൂരെ ലൊക്കേഷൻ ഹോട്ടലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടായിരിക്കും പോകുന്നത്. ഞാൻ വിളിച്ചു നോക്കാം. വിളിച്ചു.
പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ല. ഹലോ. അപ്പോൾ നമ്മൾ പോണേ. പോയിട്ട് ഒരു ദിവസം വരെ നിൻ്റെ അവിടെ നിൽക്കാൻ. അന്ന് ബിരിയാണി മേടിക്കാം. എന്നാലും നേക്കേ ബിസിനസ്. അപ്പോൾ ഞാൻ വീടെത്തിയിട്ടാ. എന്നോട് അജയ് ഉണ്ട്. നമുക്ക് എത്ര മണിക്കാണ് ട്രെയിൻ നോക്കണം. ട്രെയിൻ നോക്കണം. നമ്മളിപ്പം എന്തായാലും ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റത്തില്ല. നമ്മൾ വർക്കലേന്നായിരിക്കും ട്രെയിൻ കയറുന്നത്. ഞാൻ ഒന്നും പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല, ഒന്നും പ്രിപ്പയർ അല്ലായിരുന്നു. ഇനി പടപടയല്ല സാധനം കയറ്റി നേരെ വിടുകയാണ് കേട്ടോ പെട്ടെന്ന്. നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അധീരയില്ലേ, അധീര അവൻ്റെ റൂമിൽ പാവം അവന് കഴിക്കാൻ മേടിച്ചു വെച്ചിരുന്ന കുറേ പാപ്പങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മേടിച്ചുകൊണ്ട് വന്നേണോ? ഞാൻ വിചാരിച്ചാൽ അവന് കഴിക്കാൻ വെച്ചിരുന്നു പാവം. അപ്പോൾ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് പാപ്പങ്ങൾ വന്നു കേട്ടോ. അപ്പോൾ പുള്ളി പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. കടയിലൊക്കെ പോയാണ് കേട്ടോ. ബിരിയാണി വാങ്ങാൻ പോയി, പക്ഷേ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനായാലും നമ്മൾ കല്യാണത്തിന് കഴിച്ചാണ്. ഇപ്പോൾ വിശപ്പുണ്ടായി. ഇപ്പോൾ വിശപ്പായല്ലേ? ഇപ്പോൾ വിശപ്പായി തുടങ്ങി. അപ്പം പോയിട്ട് വരാം. അമ്മ പോണേ. റബ്ബറായിരുന്നോ? ഇത് റബ്ബറായിരുന്നോ? പിന്നല്ലാതെ. അതായത് കണ്ട ബൈക്കിൽ കയറി ഇരുന്ന് ചവിട്ടി ഇരുന്നതാ, വണ്ടിയിൽ പതിപ്പിച്ച് തന്നു. കുഴപ്പമില്ല. ഇനി 8:10 എന്ന് പറഞ്ഞ് കിടക്കാം. നടന്നേ നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കട്ടെ. ഉപ്പൂറ്റി താറേ തൊടുന്നില്ലല്ലേ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാ. ഇനി ട്രെയിൻ പിടിക്കണം. സ്റ്റേഷൻ എത്തി സുഹൃത്തുക്കളെ. ഇനി നോക്കിയിട്ട് നമുക്ക് ട്രിവാൻഡ്രം പോകണം. ഇനി ഇവിടെ നിന്ന് കയറണമെന്ന് നോക്കാം. ട്രെയിൻ വന്നു കേട്ടോ. ഇവിടെ അല്ല, അവിടെ 10:30. ഇവിടെ അവിടെ ഓ പ്ലക്ക് കുത്തണം. ഗോ അവിടെ പോയി ചാർജ് കയറ്റാം. ഇനി വേടാ. വിളിക്കാം. ഓ സെറ്റ്. ചാർജ് കയറ്റും. ഫോണിൽ ചാർജ് ഇല്ല. എന്ത് ഞാൻ വിചാരിച്ച് ഇന്ന് തിരിച്ചു പോകാനായിരിക്കും. ഞാൻ ഓടിയതേ പറയാൻ പറ്റില്ല. തിരിച്ചു പോകാൻ ഭയങ്കര ആളാണ്. വണ്ടി ഇവിടെ ആള് കയറുന്നുണ്ടല്ലോ. ഇറങ്ങി 1/2 മണിക്കൂർ. നാഗർകോവിലാണ്. ഏത് വണ്ടി? നമ്മൾ കയറിയ വണ്ടി ഇതല്ലല്ലോ. നമ്മൾ കയറിയതല്ലല്ലോ. പറയുമ്പോൾ നമ്മൾ കയറിയതല്ലല്ലോ. അടുത്തെന്താ പരിപാടി? ഭക്ഷണം. ടിക്കറ്റ് എടുക്കണം, ഭക്ഷണം കഴിക്കണം, ട്രെയിൻ സീറ്റ് പിടിക്കണം. അപ്പോൾ നേരെ ടിക്കറ്റ് എടുത്ത് അങ്ങ് പോകണം. ഞാൻ നോക്കൊണ്ട് ഞാൻ മോൻ കഴിച്ച് ഇവിടെ വീഴേ ചെയ്യും. നല്ലൊരു സാധനം കിട്ടും. നമ്മൾ ടിക്കറ്റ് എടുത്ത് കേട്ടാ. ട്രെയിൻ എത്ര മണിക്കാ? 7:40. 7:40 ആവും. അപ്പോഴത്തേക്ക് MGR കാര്യം പറഞ്ഞു. അതെ, നമ്മൾ MGR ചെന്നൈ ആണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ അത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിന് ശേഷമുള്ള വണ്ടിയിലാണ് പോണത് കേട്ടോ. ഒന്ന് കഴിക്കണം. നമ്മൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അകത്ത് പോയി അവിടെ നിന്നെല്ലാം കഴിക്കാം. വണ്ടികൾ കുറവല്ലോ. ഇന്ന് ഞായറാഴ്ച. അതെടുക്കൂ. ആ പ്രകൃതി രമണീയത എടുക്കൂ. ഓ, ഇതെന്തായി കാണുന്നത്? എന്താണത്? അതാണോ പ്രകൃതി?
നല്ലതാ, ഇതൊക്കെ വേണം, അതൊക്കെ കണ്ടന്റ് ആയിരുന്നു. അതൊന്നും കൂടെ പറയാമോ കഥ? ഇവൻ്റെ ഒരുപാട് നല്ല കഥകളുണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അല്ലല്ല, ഉണ്ടാക്കിയ കഥകളല്ല, എല്ലാം ജീവിതാനുഭവങ്ങളാണ്. അളവ് തന്നെ ഇരിക്കുന്നു, ചാർജ് ചെയ്യണോടാ. നമ്മൾ ഷവായ നോക്കി പോവുകയാണ് കേട്ടോ. അതിൻ്റെ അകത്തുള്ള കടകൾ മൊത്തം കയറി ഇറങ്ങി, അതിൻ്റെ അകത്തൊന്നും ഷവായ ഇല്ല. ഇത് നമുക്ക് നോക്കാം, പുറത്ത് നോക്കാം. അന്ന് അനീഷ് റോയൊക്കെ എവിടെ ഉണ്ട്? ഇവിടെ ഇല്ലേടാ? ഇവിടെ ഷവർമ ഉണ്ട്. ഷവർമ ഉണ്ടോ? പറയട്ടാ, എന്ത് തീരുമാനിച്ചു? പെരി പെരി, നമ്മൾ പെരി പെരി അൽഫാം തീരുമാനിച്ചു. പെരി പെരി ഉണ്ടോ? ഓ, അപ്പോൾ സാധാ അൽഫാം മതി. ഹാഫ് ആ സാധാ. നാല് പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങി. അത് കഴിഞ്ഞ് 2 പേരോട് പറയണം. ഭയങ്കരം തന്നെ. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നിട്ട് എത്ര മണിക്കടാ? 7:40. 7:40 MGR ചെന്നൈ ഉണ്ട്. അതിൽ MGR 7:15. അത് തന്നെ. സൂപ്പർ ഫാസ്റ്റ് 7:40. അതെ, 7:15 ട്രെയിൻ ഇല്ലെങ്കിൽ നമ്മൾ സൂപ്പർ ഫാസ്റ്റിനായിരിക്കും പോകുന്ന. ഒരു പിടിയില്ല. ഇനി ഇവിടെ പോസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കേ കോയമ്പത്തൂർ വന്നിട്ട് കാണാം. അതുവരെ ടാറ്റാ.